അതുപോലെ ഡ്രഗ് ആൻഡ് ആൽക്കഹോളിൻ്റെ ലോങ് ടേം എഫക്റ്റുകൾ എന്താണെന്ന് നോക്കാം. ലോങ് ടേം എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തത് ഇൻട്രാവീനസ് ഡ്രഗ് യൂസേഴ്സ്. സോ ഈ ഡ്രഗ് ഇൻട്രാവീനസിലൂടെ വെയിനിലൂടെ ഡ്രഗ് സിറിഞ്ചിലൂടെയും നീഡിൽസിലൂടെയൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. സോ ഇൻട്രാവീനസ് ആയിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് അവർക്ക് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ദേ എക്വയർ ഇൻഫെക്ഷൻസ് ലൈക്ക് എന്തൊക്കെയാണ്? എയ്ഡ്സ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി. സോ ഇൻട്രാവീനസ് ഡ്രഗ് യൂസേഴ്സ് ഡ്രഗ് ഈ പറഞ്ഞ സിറിഞ്ചിലൂടെയും നീഡിലൂടെയൊക്കെ വെയിനിലൂടെ ഇഞ്ചെക്റ്റ് ചെയ്ത് കയറ്റുന്നവർക്ക്. സോ ഇൻട്രാവീനസ് ആയിട്ടുള്ള ഡ്രഗ് യൂസേഴ്സിന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് പോലത്തെ എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഈ ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെയും എയ്ഡ്സിൻ്റെയും ഒക്കെ വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് നമ്മൾ പറഞ്ഞിട്ട് എങ്ങനെയാണെന്ന്. സോ ഈ ഇൻട്രാവീനസ് ഡ്രഗിലൂടെ അല്ലെങ്കിൽ ഇൻട്രാവീനസ് ഇഞ്ചക്ഷനിലൂടെയൊക്കെ നീഡിൽസിലൂടെയൊക്കെ അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സെക്ഷൽ കോൺടാക്റ്റിലൂടെയും ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നു. സോ ഈ ഡ്രഗ് യൂസേഴ്സ് ഇൻട്രാവീനസ് ആയിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ക്രോണിക് ഇൻഫെക്ഷൻസ് ഒരുപക്ഷെ മരണത്തിലേക്ക് വരെ വഴിതെളിക്കാം. സോ ഇൻഫെക്ഷൻസ് മേ ലീഡ് ടു ഫേറ്റൽ ഡെത്തിലേക്ക് വരെ വഴിതെളിക്കാവുന്ന ടൈപ്പ് ഉപയോഗമാണത്. ഇനി യൂസ് ഓഫ് ആൽക്കഹോൾ ഡ്യൂറിങ് അഡോളസൻസ്. ഇനി വേറൊന്ന് പറയുകയാണെങ്കിൽ ലോങ് ടേം എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ലോങ് ടേം എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇതുപോലത്തെ ഇൻഫെക്ഷൻസ് ഇൻട്രാവീനസ് ഡ്രഗ് യൂസേഴ്സിന് കൈവരും. ഒരുപക്ഷെ അത് കഴിഞ്ഞ് അവർക്ക് മരണത്തിലേക്ക് അത് ലീഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെ ലോങ് ടേം ഇഫക്റ്റായിട്ട് ഡ്രഗും ആൽക്കഹോളും ഉപയോഗിക്കുന്നവർക്ക് എന്താണ് അത് അഡോളസൻസിൽ ഈ യൂത്ത് അല്ലെങ്കിൽ യങ് സ്റ്റേജിൽ തന്നെ ഉപയോഗിച്ച് തുടങ്ങുന്നവർക്ക് അതൊരു ഹെവി ഡ്രിങ്കിങ് ഹാബിറ്റായിട്ട് മാറാം. അഡൾട്ട്ഹുഡിലേക്ക് ഇതൊരു ഹെവി ഡ്രിങ്കിങ് ഹാബിറ്റിലേക്ക് വഴിതെളിക്കാം. തീർച്ചയായും ഈ അഡോളസൻസിലുള്ള ഈ ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അത് അവരതിൽ നിന്ന് അവർക്ക് ആ ഒരു ഹാബിറ്റിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അഡൾട്ട്ഹുഡിൽ വലിയ ഹെവി ഡ്രിങ്കിങ് ഹാബിറ്റുള്ള ഒരു പേഴ്സണായിട്ട് മാറാം. ഇനി ഡാമേജ് ഓഫ് ദ ലിവർ. ഈ ആൽക്കഹോളിൻ്റെ ഉപയോഗം കൂടിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലിവറിന് ഡാമേജ് സംഭവിക്കും, നമ്മുടെ കരളിന് പ്രോബ്ലംസ് വരാൻ തുടങ്ങും. എന്താണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഈ ആൽക്കഹോൾ ഓൾറെഡി ടോക്സിക്കാണ്, നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്തതാണ് ആൽക്കഹോൾ. ആ ടോക്സിക്കായിട്ടുള്ള ആൽക്കഹോൾ മോർ ടോക്സിക്കായിട്ടുള്ള അസറ്റാൽഡിഹൈഡായിട്ട് മാറും. സോ ഈ ഡ്രിങ്കിങ് പേഴ്സണിന് ആൽക്കഹോൾ ഓൾറെഡി ടോക്സിക്കാണ്, ഈ ആൽക്കഹോൾ കൺവേർട്ടഡ് ആയിട്ട് എന്തായി മാറുന്നു? ഒന്നും കൂടി മോർ ടോക്സിസിറ്റി പോയിസസ് നേച്ചറുള്ള അസറ്റാൽഡിഹൈഡായിട്ട് മാറുന്നു. ഈ ആൽക്കഹോൾ അസറ്റാൽഡിഹൈഡായിട്ട് മാറുമ്പോൾ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് പറയുന്നത്. ഹെഡ് ഏക്ക്. സോ ആൽക്കഹോൾ കൺവേർട്ട് ചെയ്ത് അസറ്റാൽഡിഹൈഡായിട്ട് മാറുമ്പോൾ ബോഡിയിൽ ഹെഡ് ഏക്ക് ഉണ്ടാകുന്നു, അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുന്നു, നോസിയ ഒരു ഓക്കാനം, അതുപോലെ ഡിസിനെസ് ഒരു തളർച്ച, അതുപോലെ വോമിറ്റിംഗ് ടെൻഡൻസി. ഇതിനൊക്കെ കൂടി ഹെഡ് ഏക്ക്, ഗ്യാസ്ട്രൈറ്റിസ്, നോസിയ, ഡിസിനെസ്, വോമിറ്റിംഗ് ഇതിനെല്ലാം കൂടി വിളിക്കുന്നൊരു പേരാണ് ഹാങ് ഓവർ. നമ്മൾ പറഞ്ഞ് ഈ കഴിച്ചിട്ട് അത് കിട്ടാണ്ട് വരുമ്പോഴുള്ളൊരു ഹാങ് ഓവർ എന്ന് പറയില്ലേ, അത് കഴിച്ചതിൻ്റെ ഹാങ് ഓവർ. ഈ കഴിച്ചു കഴിഞ്ഞാൽ ആ കുറച്ച് നേരത്തേക്കോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കോ ഈ പറഞ്ഞ സിംറ്റംസൊക്കെ കാണിക്കും. അതിനെയാണ് നമ്മൾ ഹാങ് ഓവർ എന്ന് പറയുന്നത്. ഈ ഡ്രിങ്ക്സ് എടുത്തതിൻ്റെ അല്ലെങ്കിൽ ആൽക്കഹോൾ എടുത്തതിൻ്റെ ഹാങ് ഓവർ എന്ന് പറയുന്നത് ഇതൊക്കെയായിരിക്കും ഹാങ് ഓവർ. സോ ലിവറിൽ ആൽക്കഹോൾ എന്താവുന്നു? ആൽക്കഹോൾ അസറ്റാൽഡിഹൈഡായിട്ട് കൺവേർട്ടഡായി മോർ ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് ലിവറിൽ കിടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലത്തെ കുറേ സിംറ്റംസ് ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ ഹാങ് ഓവർ എന്ന് പറയാം. സോ നമ്മുടെ ലിവറിന് പിന്നെ എങ്ങനെയാണ് ഡാമേജ് ആൽക്കഹോൾ ഉണ്ടാക്കുക? സോ ലിവർ സിന്തസൈസസ് ഫാറ്റ് ഫ്രം ആൽക്കഹോൾ. സോ ലിവറിൽ എത്തുമ്പോൾ ഈ ആൽക്കഹോൾ എന്തായിട്ട് മാറുന്നു? ഫാറ്റായിട്ട് മാറുന്നു. സോ ലിവറിൽ ആൽക്കഹോൾ അസറ്റാൽഡിഹൈഡായിട്ട് മാറുന്നുണ്ട്, അതുപോലെ ലിവറിൽ ഈ ആൽക്കഹോളൊക്കെ കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് മാറുന്നു. സോ എപ്പോഴും ഈ ആൽക്കഹോൾ എത്തുമ്പോൾ ലിവറിൽ എന്തായി മാറുന്നു? ഫാറ്റായിട്ട് മാറുന്നു, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ആണെങ്കിൽ അസറ്റാൽഡിഹൈഡായിട്ട് മാറുന്നു. സോ കൂടുതൽ ഈ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യും തോറും ഈ ആൽക്കഹോളിൽ നിന്ന് കൂടുതൽ ഫാറ്റ് ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ ലിവർ എന്തായി മാറും? ഫാറ്റി ലിവറായിട്ട് മാറും. സോ എക്സസ് ഫാറ്റ് നമ്മുടെ ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുമൂലം എന്തുണ്ടാകുന്നു? റെഡ്യൂസസ് ദ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോജൻ, എൻസൈംസ് ആൻഡ് സ്ട്രക്ചറൽ പ്രോട്ടീൻസ്. ആക്ച്വലി ലിവറിലുള്ളത് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്സിൻ്റെയൊക്കെ മെറ്റബോളിസം നടക്കുന്ന ഒരു സെൻറ്ററാണ് ലിവർ. എന്നാൽ ഈ ആൽക്കഹോൾ കൺസംഷൻ കാരണം ഇതുപോലത്തെ മെറ്റബോളിസം ഒന്നും നടക്കില്ല. അതാണ് റെഡ്യൂസസ് ദ ഫോർമേഷൻ ഓഫ്. ആ മെറ്റബോളിസം ഒന്നും നടക്കാത്തത് കൊണ്ട് ഗ്ലൈക്കോജൻ ഉണ്ടാവില്ല, എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ആവില്ല, അതുപോലെ സ്ട്രക്ചറൽ പ്രോട്ടീൻസ്, അതായത് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ് നടക്കില്ല, മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻ നടക്കില്ല, മെറ്റബോളിസം ഓഫ്
ലിപ്പിഡ്സ് നടക്കില്ല. ഇതൊന്നും നടക്കാത്തത് കൊണ്ട് ഗ്ലൈക്കോജൻ്റെ അളവ്, എൻസൈമിൻ്റെ അളവ്, സ്ട്രക്ചറൽ പ്രോട്ടീൻസിൻ്റെ ഒരു അളവൊക്കെ ഇല്ലാണ്ടാവും. സോ ലിവറിൽ ഈ മെറ്റബോളിസം എന്ന് പറഞ്ഞ സെൻറ്ററിന് പകരം ലിവർ എന്തായിട്ട് മാറും? ലിവർ ബിക്കം സ്റ്റോർ ഹൗസ് ഓഫ് ഫാറ്റ്. ബിക്കോസ് ഈ ആൽക്കഹോൾ മുഴുവൻ കൺവേർട്ടഡ് ആയിട്ട് ഫാറ്റായി മാറുന്നു. സോ ലിവറിൽ ഈ മെറ്റബോളിസം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് മെറ്റബോളിസത്തിന് പകരം ലിവറിൽ എന്തായിട്ട് മാറും? കൂടുതലും ആൽക്കഹോളിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ഫാറ്റായിട്ട് മാറും. സോ ലിവർ ബിക്കം സ്റ്റോർ ഹൗസ് ഓഫ് ഫാറ്റ്. ലിവറിൽ മുഴുവൻ ഫാറ്റ് ഡെപ്പോസിറ്റ് ആയി വന്നു തുടങ്ങും. അതുമൂലം കോസസ് ഫാറ്റി ലിവർ. അങ്ങനെ ലിവർ മുഴുവൻ ഫാറ്റ് ആയതുകൊണ്ട് ഫാറ്റി ലിവർ സിൻഡ്രം എന്ന് പറയും. അതാണ് ആ ഫാറ്റി ലിവർ സിൻഡ്രം ലീഡ് ടു സിറോസിസ് എന്ന് പറയും. സോ മദ്യപിക്കുന്നവരിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കരൾ വീക്കം എന്ന് പറയുന്നത്. അതാണ് സീറോസ്. ലിവറിൽ സംഭവിക്കുന്നതാണ് സീറോസ്, കരൾ വീക്കം എന്നാണ് അർത്ഥം. ഇനി അടുത്തത്, ഈ ആൽക്കഹോൾ നമ്മുടെ ലിവറിന് ഇത്രയും അധികം ലിവറിൽ എന്ത് ചെയ്യുന്നു? ആൽക്കഹോൾ അസറ്റാൽഡിഹൈഡായിട്ട് മാറുന്നു. ഇതുപോലത്തെ ഹാങ് ഓവർ, മോർ ടോക്സിക് ആയിട്ടുള്ള അസറ്റാൽഡിഹൈഡ് ഇതുപോലത്തെ ഹാങ് ഓവർ നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ ലിവറിലെത്തുമ്പോൾ ഈ ആൽക്കഹോൾ ഫാറ്റായിട്ട് മാറി എക്സസ് ഫാറ്റ് വന്നിട്ട് അത് ലിവർ സിറോസിസിലേക്ക് ലീഡ് ചെയ്യുന്നു. പിന്നീട് സംഭവിക്കുന്നത് ആൽക്കഹോൾ ഇനി നമ്മുടെ ബ്രെയിന്, നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നു. സോ ആൽക്കഹോൾ കോസസ് ന്യൂറൈറ്റിസ്. നമ്മുടെ ആക്സോൺ, ആ നെർവ് സെല്ലിൻ്റെ ആക്സോണിനെയൊക്കെ നശിപ്പിക്കുന്നു. സോ ആൽക്കഹോൾ കോസസ് ന്യൂറൈറ്റിസ് എന്ന് പറയും. ന്യൂറൈറ്റിസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്രെയിൻ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. ബ്രെയിൻ ഷ്രിങ്ക് ചെയ്ത് അത് അഡ്വേഴ്സ്ലി എഫക്റ്റ് നമ്മുടെ മെമ്മറിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. സോ നമുക്ക് മെമ്മറി കുറയാൻ തുടങ്ങും. പതുക്കെ ഓർമ്മ നഷ്ടപ്പെടും. ഒരു പക്ഷേ അത് അംനീഷ്യ, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അതൊക്കെ നമുക്ക് ഓർമ്മയില്ലാണ്ടാവാൻ തുടങ്ങും. അങ്ങനെ അംനീഷ്യയിലേക്ക് വരെ വഴിതെളിക്കാം. സോ നമ്മുടെ ബ്രെയിനെ ന്യൂറൈറ്റിസ് പോലത്തെ ഒരു എഫക്റ്റിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ബ്രെയിൻ ഷ്രിങ്ക് ചെയ്യും, ചുരുങ്ങുകയും നമുക്ക് നമ്മുടെ മെമ്മറീനെ എഫക്റ്റ് ചെയ്ത് ഓർമ്മയില്ലാണ്ടാവുകയും ഒന്നും കൂടി അഡ്വേഴ്സ് ആയി കഴിഞ്ഞാൽ അത് അംനീഷ്യ, പാസ്റ്റ് എക്സ്പീരിയൻസുകളൊന്നും ഓർമ്മയില്ലാത്ത ലെവലിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നു. ഇനി കണ്ടിന്യൂസ് യൂസ് ഓഫ് ആൽക്കഹോൾ, വീണ്ടും തുടർച്ചയായിട്ട് ഇങ്ങനെ ആൽക്കഹോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ വരാനുള്ള സാധ്യത റിസ്ക് ഓഫ് ക്യാൻസർ ഓഫ് ലിവർ. പല സ്ഥലങ്ങളിൽ ക്യാൻസർ വരും. ഒന്ന് ലിവറിൽ ക്യാൻസർ വരും, അതുപോലെ സ്റ്റൊമക്ക്, ഈസോഫേഗസ്, ഓറൽ കാവിറ്റി, ഇത്രയും ഭാഗങ്ങളിലൊക്കെ ക്യാൻസർ വരാനുള്ള സാധ്യത, അപകട സാധ്യത കൂടി വരുന്നു. സോ ഓവർ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ, കണ്ടിന്യൂസ് യൂസ് ഓഫ് ആൽക്കഹോൾ കാരണം ലിവർ, സ്റ്റൊമക്ക്, ഈസോഫേഗസ്, ഓറൽ കാവിറ്റി എന്നീ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ ഓർഗൻസിലൊക്കെ എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? അവിടെയൊക്കെ ക്യാൻസർ വരാനുള്ള റിസ്ക് ഫാക്ടർ കൂടുതലാണ്. സോ അടുത്തതായി നമ്മുടെ ഡ്രഗും ആൽക്കഹോളും പ്രഗ്നൻസിയിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? സോ ഒരു പ്രഗ്നൻറ്റ് മദർ, വുമൺ ഇതുപോലെ ഡ്രഗും ആൽക്കഹോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അതിൻ്റെ ഫീറ്റസിനെ എഫക്റ്റ് ചെയ്യും. സോ യൂസ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ഡ്യൂറിങ് പ്രഗ്നൻസി അഡ്വേഴ്സ്ലി എഫക്റ്റ് ഡെവലപ്പിംഗ് ഫീറ്റസ്. അമ്മയുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ തീർച്ചയായിട്ടും ഈ ഡ്രഗും ആൽക്കഹോളും ഭയങ്കര ബാഡായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും. സോ അവിടെ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് കോസസ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം, FAS. സോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺ അല്ലെങ്കിൽ മദർ ഈ ആൽക്കഹോളോ ഡ്രഗോ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫീറ്റസിന് വരുന്ന ആ ഡിസീസാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലമാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം, FAS, ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം. അവരുടെ കുട്ടികൾക്ക് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം ഉണ്ടായിരിക്കും. ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺ ആൽക്കഹോളോ ഡ്രഗോ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഈ ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രത്തിൽ കാണുന്നത്? എന്തൊക്കെയാണ്? അവരുടെ കുട്ടികളുടെ ഹാർട്ട് ഭയങ്കര ഡിഫക്റ്റീവ് ആയിരിക്കും, നോർമൽ ആയിരിക്കില്ല, ഡിഫക്റ്റീവായിട്ടുള്ള ഹാർട്ടായിരിക്കും, കംപ്ലൈൻറ്റുകളുള്ള ഹാർട്ടായിരിക്കും. അതുപോലെ മെൻ്റൽ റിട്ടാർഡേഷൻ, മെൻ്റലി റിട്ടാർഡ് ആയിരിക്കും. ഒരു മെൻ്റൽ നോർമൽ സ്റ്റേറ്റിലാവില്ല മെൻ്റൽ. സോ മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധി വളർച്ചയൊന്നും ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല. മെൻ്റൽ റിട്ടാർഡേഷൻ സംഭവിക്കാം. അതുപോലെ ഹാർട്ട് ഡിഫക്റ്റീവ്, അതുപോലെ ലിംബ് ഡിഫക്റ്റുകൾ, അവരുടെ കൈയും കാലുള്ള ലിംബ്സുകൾക്കൊക്കെ ഡിഫക്റ്റുകൾ വരാം. ഫേഷ്യൽ അബ്നോർമാലിറ്റി, ഫേഷ്യൽ എക്സ്പ്രഷനിൽ ഫേഷ്യൽ ഫീച്ചേഴ്സുകൾക്ക്, ഫേസിൻ്റെ ഫീച്ചേഴ്സൊക്കെ അബ്നോർമലായിട്ട് വരാം. അതുപോലെ ടീത്ത് ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് സ്മോൾ ടീത്ത് ആയിരിക്കും. അതുപോലെ തന്നെ ഇനാമൽ, കംപ്ലൈൻ്റ് ഉള്ള ഇനാമലായിരിക്കും, ഫോൾട്ടി ഇനാമൽ. സോ ഇത്രയൊക്കെയാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം. സോ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺ അല്ലെങ്കിൽ മദർ അവർ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കുട്ടികൾക്ക് വരുന്ന ആ സിൻഡ്രമാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടാവും, അതുപോലെ മെൻ്റലി റിട്ടാർഡഡ് ആയിരിക്കും, അതുപോലെ ലിംബിന് ഡിഫക്റ്റുകൾ ഉണ്ടാവുന്നു, അതുപോലെ ഫേഷ്യൽ ഫീച്ചേഴ്സ് അബ്നോർമലായിരിക്കും, ഫേഷ്യൽ അബ്നോർമാലിറ്റീസ് വരും, ടീത്ത് ചെറുതായിരിക്കും, ഇനാമലും ഭയങ്കര ഫോൾട്ടി, കറക്റ്റായിട്ടുള്ള ഇനാമലായിരിക്കില്ല, തകരാറുള്ള ഇനാമലായിരിക്കും. ഇതുപോലെ
ചില സ്പോർട്സ് പേഴ്സണും ചില സ്പോർട്സിലുള്ള ആൾക്കാരും ഇതുപോലെ ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോളിൽ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യും. സോ സർട്ടൺ സ്പോർട്സ് പേഴ്സൺ മിസ്യൂസ് സം ഡ്രഗ്സിനെ അവർ ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നു. ആ ഡ്രഗ്സുകൾ ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും നല്ല ആവശ്യത്തിനും അല്ലെങ്കിൽ വേറെ സെഡേറ്റീവായിട്ടും പെയിൻ കില്ലറായിട്ടും വേറെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആ കെമിക്കൽസുകളെ ആ ഡ്രഗുകളെ ഇവർ മിസ്യൂസ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഏതൊക്കെ ഡ്രഗ്സുകൾ മിസ്യൂസ് സം ഡ്രഗ്സ് ലൈക്ക് ഏതൊക്കെ ഡ്രഗ്സുകളാണ്? നാർക്കോട്ടിക് അനാൽജസിക്സ് ഒക്കെ ഒപ്പിയോയിഡ് കാറ്റഗറിയിൽ വരണം അത്. സോ നാർക്കോട്ടിക് അനാൽജസിക്സ്, അനബോളിക് സ്റ്റിറോയിഡ് മസിൽ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഡയൂററ്റിക്സ്, അതുപോലെ സർട്ടൺ ഹോർമോൺസുകൾ ഇവർ യൂസ് ചെയ്യുന്നത് ഇൻ സ്പോർട്സ്, ചില ഹോർമോൺസുകൾ, അതുപോലെ അനബോളിക് സ്റ്റെറോയിഡ്, ഡയൂററ്റിക്സ്, അതുപോലെ നാർക്കോട്ടിക് അനാൽജസിക്സ്, ഈ ഡ്രഗ്സുകളൊക്കെ ഇവർ മിസ്യൂസ് ചെയ്യണം. ചില സ്പോർട്സ് പേഴ്സൺ ഇതൊക്കെ മിസ്യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻക്രീസ് മസിൽ സ്ട്രെങ്ത്, അവരുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ, സ്റ്റാമിന, ഫിസിക്കൽ സ്റ്റാമിനയൊക്കെ കൂട്ടാനായിട്ട് അവർ ഇതുപോലത്തെ ഡ്രഗ്സുകളെ മിസ്യൂസ് ചെയ്യണം. ആൻഡ് പ്രൊമോട്ട് അഗ്രസീവ്. സോ മസിൽ സ്ട്രെങ്ത്, ഫിസിക്കൽ സ്റ്റാമിന കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവർക്ക് അഗ്രസീവ് നേച്ചർ വരും. അതുപോലെ അത്ലറ്റിക് പെർഫോമൻസ് കൂട്ടാൻ പറ്റും. സോ അത്ലറ്റിക് പെർഫോമൻസ് കൂട്ടാനും ഈ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്, അഗ്രസീവ് നേച്ചറും അത്ലറ്റിക് പെർഫോമൻസ് ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. സോ ആർട്ടിഫിഷ്യലായിട്ട് അവർ അഗ്രസീവ് നേച്ചറിനും അത്ലറ്റിക് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഫിസിക്കൽ സ്റ്റാമിന ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഇതുപോലത്തെ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നു. അവർ മിസ്യൂസ് ചെയ്യുന്നു. യൂസ് ചെയ്യുന്നതല്ല, മിസ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നാർക്കോട്ടിക് അനാൽജസിക്സ്, അനബോളിക് സ്റ്റിറോയിഡ്, ഡയൂററ്റിക്സ് ആൻഡ് ചില ഹോർമോൺസുകൾ. ഇതൊക്കെ നോർമലി യൂസ് ചെയ്യുന്നത് അവർക്കൊരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ അവർക്ക് അവരുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടാനായിരിക്കാം. സോ മസിൽ സ്ട്രെങ്ത്, ഫിസിക്കൽ സ്റ്റാമിന, അതിന് കൂടുതലായിട്ട് ഓവർ ഡോസേജിൽ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുമ്പോഴാണ് അവർക്ക് അഗ്രസീവ് നേച്ചറും അത്ലറ്റിക് പെർഫോമൻസും കൂട്ടാൻ പറ്റുന്നത്. സോ ഇതിനെയൊക്കെ സ്പോർട്സ് പേഴ്സൺ ഈ കാറ്റഗറിയിലെ ഡ്രഗ്സുകളെയൊക്കെ എന്ത് ചെയ്യുന്നു? അവർ മിസ്യൂസ് ചെയ്യുന്നു.